ഇവിടെ താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാൻ ഒക്കൊന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾക്ക് നമ്മൾ വിശ്വാസം ഇല്ലെങ്കിലേ നമ്മൾ ഇതുവരെ പണിയെടുത്തന്നെ 2000 റുപ്യം കൂടി തന്നേക്ക് നമ്മളെ കൂടി വിട്ടേക്ക്. 2000 രൂപ? എന്ത് പിണ്ണാക്കണ 2000 രൂപ? പിണ്ണാക്കനല്ല, ഇതെല്ലാം അയച്ചിട്ടില്ലേ? ആര് വാങ്ങി കഴിക്കാൻ? പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന മാങ്ങാനത്താണ്. അപ്പം മന്നരാശുപത്രിയുടെ അവിടെ നിന്ന് പുതുപ്പള്ളിക്കുള്ള റോഡിൽ ഇങ്ങനെ വഴി നീളെ കുഴി വെത്തി കേബിൾ ഇട്ട് പോരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി പലരോടും തിരക്കിയിട്ട് ആർക്കും ഇതിന് വ്യക്തമായിട്ടുള്ള അറിവില്ല. ഒരാൾ പറഞ്ഞ എയർടെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ നെറ്റിൻ്റെ എന്തോ കേബിളാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ട്. അത് എല്ലായിടത്തും വലിയ കുഴിയാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ആ കുഴിയെ ശരിക്കും പിന്നീട് മൂടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ പണി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ അവരുടെ വാഹനം കേടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് പണി നിർത്തി വെച്ചിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിവില്ല. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് അവരുമായിട്ട് സംസാരിക്കാം നമുക്ക്. മന്ദിരാശുപത്രിയുടെ അവിടുന്ന് പുതുപ്പള്ളി റോഡിലാണ് ഈ പണി നടക്കുന്ന കണ്ടത്. ഞാൻ 2 ദിവസം അതിലെ പോയപ്പോഴത്തേന് ഈ പണി നടക്കുന്ന കണ്ടു. പക്ഷേ എനിക്ക് അവിടെ നിർത്താനും അവരോട് സംസാരിക്കാനൊന്നും വെച്ചാൽ തിരക്കിലായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് അവിടെ ചെന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അവിടെ എല്ലാം മുഴുവൻ തപ്പിയിട്ടും ആർക്കും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല. കാരണം അവിടെയുള്ള കടക്കാരോടും എല്ലാം ഞാൻ ചോദിച്ചു, ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇവിടെ മാങ്ങാനത്ത് ഇവിടെ വന്നപ്പോൾ ഇവരുടെ വണ്ടി ഇവിടെ കേടായി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. നിങ്ങൾക്ക് കാണാം റോഡിൻ്റെ സൈഡിൽ സ്വകാര്യ കമ്പനിയുടെ എന്തോ നെറ്റിൻ്റെ കേബിളാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത് പണി ഇട്ട് കേബിളിട്ട് മൂടിയ സ്ഥലം അവർ ചുമ്മാതെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് കണ്ട ചുമ്മാ മൂടിയിട്ടിട്ട് പോയിരിക്കുകയാണ്. ഇതിനെല്ലാം സർക്കാരിന് പൈസ അടച്ചിട്ടാണ് ഇവർ കേബിൾ ഇടുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ അത് കോൺക്രീറ്റ് ചെയ്ത് മൂടേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒന്നും മൂടിയിട്ടില്ല. അതിന് പണി പൂർത്തിയായിട്ടായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയുള്ള കടക്കാർ ഇതിനിവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ വളവിനും എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഈ മന്ദിരത്തിൻ്റെ ഇവിടെയാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടത്. അന്നേരം അവരുടെ ഒരു വണ്ടിയിലാണിത് കേബിളിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നത് കണ്ടത്. അപ്പോൾ ഈ സമീപത്തുള്ള കടയിലെല്ലാം ഞാൻ ചോദിച്ചു. അവർക്കാർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല. എയർടെൽ കമ്പനിയുടെ ആണെന്ന് ഒരാൾ പറഞ്ഞു. ഉണ്ട് ഇവിടെയെല്ലാം എന്തോ കുഴിച്ചിട്ട പോലെ ചുമ്മാതെ മൂടിയിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു കുഴിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടം തൊട്ടാണ് പണി കണ്ടത്. ഇത് പുതുപ്പള്ളിക്കാണ്. അപ്പോൾ ഇവരുടെ വണ്ടി ഇവിടെ അത് കേടായി, അതുകൊണ്ടാണ് പണി നിർത്തി വെച്ചെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇതിവിടെ മൂടിയിട്ടിട്ടുണ്ട്. അപ്പം ആകപ്പാടെ കോട്ടയത്തിനുണ്ടായിരുന്ന ഒരു നല്ല റോഡാണ്. അതും ഏറെക്കുറെ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഇപ്പം പലയിടത്തും ഇങ്ങനെയുള്ളതെല്ലാം സർക്കാരിന് പൈസ അടച്ചിട്ട് അവരങ്ങ് വെട്ടിപ്പൊളിച്ചങ്ങ് പോവുകയാണ്. നമ്മൾ ചിലപ്പോൾ ആ വാർഡിലുള്ള മെമ്പറോട് ചോദിച്ചാൽ പോലും അവർക്ക് പോലും അറിയത്തില്ല. കാരണം ഇതൊക്കെ സർക്കാർ നേരിട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. PWD റോഡ് ഇതുപോലെ തന്നെ ഇത് പുതുപ്പള്ളിയും കേബിൾ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് പുതുപ്പള്ളി കവല വഴി വന്ന് പോകേണ്ടതാണ്. അതിനോടുള്ള സാധനം ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ കാര്യം തീരുമാനമായെന്ന് പ്രതീക്ഷിക്കാം.